ഈ തിരുനാളിന്റെ കാരണഭൂതനായ വിശുദ്ധ അന്തോണീസിന്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികമായ സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അന്തോണീസിന്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഇഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ഭക്തിയോടുകൂടി ഈ വിശുദ്ധ ബലി ആരംഭിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത ഇന്ന് സഭ വിശുദ്ധ കുർബാനയുടെ തിരുനാളായി ആചരിക്കുന്നു എന്നുള്ളതാണ്. പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമ്മൾ ഓർക്കുന്നുണ്ട് എങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പ്രത്യേകമായി ആരാധന നൽകുന്ന ദിവസമാണ് ഇന്നേ ദിവസം. നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അപ്പമായി തീർന്ന, നമ്മുടെ ഭക്ഷണമായി തീർന്ന ഈശോയെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ഈശോ നൽകുന്ന ജീവൻ സ്വന്തമാക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടി അർത്ഥവത്തായിട്ട് ഈ ബലി നമുക്ക് ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ നിന്റെ ശരീരങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അനന്തകാരണത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. നീ കരുണാപൂർവ്വം നൽകിയ പരിഹാര രഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. നിന്നെ വണങ്ങി നമിക്കുന്നു.
മധുരസ്വരം ശ്രവിക്കുന്നവനും ഗ്രഹിക്കുന്നവനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴിയാണ് ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ ശ്രമിക്കുന്നതിനും അങ്ങനെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒരു ആസ്വദിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങളെ വരവേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ വെട്ടികൾക്ക് കണ്ട രാത്രി അപ്പമെടുത്ത് അർപ്പിച്ചതിനു ശേഷം അത് മുറിഞ്ഞുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യവേ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യവേ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ കള്ളനും ജോസുകളും ദുർബലമായിരിക്കുന്നതും ചിലർ മരിക്കുന്നതിനും കാരണമാണിത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നെയും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവനെങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരാണ് ജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ വിളിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്.
എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ച് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശ്വര സ്നേഹമുള്ളവരെ, ഇന്ന് സഭ വിശുദ്ധ കുർബാനയുടെ തിരുനാളായിട്ട് ആചരിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഭക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന 2 ദിവസങ്ങളാണുള്ളത്. ഒന്ന് പെസഹ വ്യാഴാഴ്ചയും രണ്ടാമത്തേത് പെന്തക്കോസ്ത് ഞായർ കഴിഞ്ഞ പരിശുദ്ധത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച. ഇന്ന് പരിശുദ്ധത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച ആയതുകൊണ്ട് പ്രത്യേകമായ വിശുദ്ധ കുർബാനയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. പെസഹ വ്യാഴാഴ്ച ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർക്കുന്ന ദിവസങ്ങളായതിനാൽ വിശുദ്ധ കുർബാനയെ ഗാഢമായി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അവസരമില്ലാത്തതുകൊണ്ട് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുവാനും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ നമ്മൾ വളരുന്നതിന് വേണ്ടിയാണ് സഭ ഇത്തരത്തിലുള്ള ഒരു തിരുനാൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പെസഹ വ്യാഴാഴ്ചയാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എന്നാൽ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് വിശുദ്ധ കുർബാനയായി തീരുകയായി. വിശുദ്ധ കുർബാന എന്ന വാക്കിന്റെ അർത്ഥം ബലി എന്നാണല്ലോ. അപ്പോൾ ഈശോ ബലി അർപ്പിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചയും ആ ബലിയുടെ അനുസ്മരണം കൂദാശ സ്ഥാപിക്കുന്നത് പെസഹ വ്യാഴാഴ്ചയുമാണ്. അവിടുന്ന് അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി കുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുന്നത്. വീഞ്ഞടങ്ങിയ പാനപാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, നിങ്ങൾ വാങ്ങി പാനം ചെയ്യും. ഇത് രണ്ടും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈശോ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? തൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഈശോ ലോകത്തിലേക്ക് കടന്നുവരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം കുരിശിൽ ബലിയായി തീരുക എന്നതാണ്. നമ്മുടെ പാപങ്ങൾക്ക് മോചനമായിക്കൊണ്ട്, മോചന ദിവ്യമായിക്കൊണ്ട് പെസഹ കുഞ്ഞാടായി ബലിയായി തീരുക. ആ ബലി നമ്മളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഈശോയുടെ കുരിശിനോട് ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. നമ്മൾ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ ക്രൂശിക്കപ്പെട്ട ശരീരത്തോട് ചേരുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്ന ആ വാക്ക് അതിൽ ചെറിയ ഒരു അർത്ഥം കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇംഗ്ലീഷിൽ അതിനെ ഹോളി കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത്. കുർബാന സ്വീകരണത്തെ ഹോളി കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത്. ഹോളി കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ കൂട്ടായ്മ എന്നാണ് അർത്ഥം. വെറും ഒരു കുർബാന സ്വീകരണമല്ല, ഈശോയുടെ കുരിശിലെ ബലിയോട് നമ്മൾ ചേരുകയാണ്. ഈശോയുടെ രക്തത്തോട് ശരീരത്തോട് നമ്മൾ ഒന്നു ചേരുന്നു, ഒരു കൂട്ടായ്മയായി തീരുന്നു, വിശുദ്ധമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ക്രൂശിക്കപ്പെട്ട ഈശോയോട് എൻ്റെ ശരീരവും ചേർത്ത് വയ്ക്കുകയാണ്. കുരിശിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ വിശുദ്ധ ബലി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന വിശുദ്ധ കുർബാന, ആ വിശുദ്ധ കുർബാന സ്വീകരണം വളരെ അർത്ഥവത്തായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ഒന്നുചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയുന്ന ഈ മണിക്കൂറുകളിൽ, ഈ നിമിഷങ്ങളിൽ നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് നിന്നെ എന്നോട് ചേർക്കണമേ, എന്നെ നിന്നോടും ചേർക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൊടുത്തത് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവനെ പ്രിയപുത്രനാകുന്നു എന്ന പിതാവിൽ നിന്ന് ശാസ്ത്രം ചുമിച്ചായി കർത്താവ് ദൈവവുമായി നിന്നേക്ക് പറയുവാൻ നിന്റെ സമയത്തിലേക്ക് നിന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്റെയും ഭാവിയുടെയും രൂപത്തിൽ ചുമിച്ചായി വിനീതമായ സഹനത്തിന് തങ്ങൾ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ വസ്തുപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ അതിരൂപതീശനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തയെയും മാർ
ഫ്ലോറിസായ പത്രാനെയും മാർച്ചേക്കോ പത്രം കൊടുത്തായെയും മറ്റെല്ലാ പത്രാമാരെയും നമ്മളോട് നയിക്കുന്ന ജേസൺ അച്ഛനെയും ആത്മനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വയുടെ പാതകളിൽ ചെന്ന നാടിന്റെ മധ്യസ്ഥന്റെ മാതൃക അനുകരിച്ച് വിശ്വാസത്തിലായിടുവാനും വിശുദ്ധി വളരുവാനും ഫലം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരുന്ന ദാസനെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഇപ്പോൾ നിശബ്ദമായിട്ട് സമർപ്പിക്കാം. കോവിഡ് രോഗബോധത്തിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് അവിടുത്തെ കരുണ അവരുടെ മേൽ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കൃപയാൽ നിറച്ച് എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ തിരുശരീരത്താൽ ഭക്ഷണപാനീയങ്ങളായ ഞങ്ങൾക്ക് നൽകി നിത്യജീവൻ പ്രദാനം ചെയ്യുന്നവരെ സംബന്ധിച്ച് അവിടുത്തെ ശരീരയോടെ സ്വീകരിക്കുവാനും അങ്ങയുടെ സ്ത്രീകളെ നീമാരാധനയും സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി മാമോദീസായും ശരീരത്തിന് ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ തിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ പ്രാർത്ഥനകളെയും സത്യവിശ്വരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരും സ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സർവ്വരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. വിശുദ്ധ കുർബാന എന്ന മഹാദാനത്തെ ഓർക്കുകയും ആ ദൈവീക കരുണയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് തുടർന്ന് വരുന്നത്. നമുക്ക് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകളാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണയാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അലൂരികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അലൂരികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന പ്രധാനം, അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. If
വിശുദ്ധ കുർബാന എന്ന മഹാദാനത്തെ ഓർത്ത് സഭയിൽ അവിടത്തേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ വലിയവരും ബലഹീനരും മാതൃകരുമായ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ പോലും കഴിയാത്തവരും അത്ര വലിയ അനുഗ്രഹമാണല്ലോ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വലിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജയരാക്കി ബലഹീനമായി തീർക്കുകയും നിന്റെ സമൃദ്ധമായ ദുരിതത്താൽ മഹത്വം നീക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ കുർബാനയിലെ സഭയുടെ ഔദ്യോഗികമായ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിയോടുകൂടി പങ്കുചേരാം. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ വേദനാർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അധ്യക്ഷനും പിതാവുമായ മാർക്കോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർത്തോണി പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, അൽമായ പ്രേക്ഷിതർ, മാതാപിതാക്കൾ, യുവാക്കൾ, കുഞ്ഞുമക്കൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ,
കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നൽകുന്ന ഈ ദൈവമക്കൾക്ക് വേണ്ടിയും ഇവിടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈടവകയിൽ ഓരോ കുടുംബത്തിന് വേണ്ടിയും കോവിഡ് രോഗം മൂലം ക്ലേശം അനുഭവിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശക്തമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ മഹാദാനത്തെ ഓർത്ത് നന്ദി പറയാം. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ഈ ദാസരുടെ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപമോചനത്തിനും മരിച്ചു വേർപെടുകയും പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാഗ്രഹങ്ങൾ സമീപിക്കാം. അനന്താപ്തങ്ങളുന്ന ശബ്ദത്തോടെ അപ്രാഗ്രഹങ്ങൾ പ്രതിരോധം പാപങ്ങളെ കുറിച്ച് ഇഷ്ടപിടിച്ചുകൊണ്ടും സൗന്ദര്യത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ എല്ലാവരായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മൾ സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും ദൈവത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, നിലവിളി ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹപിതാവായ ദൈവമേ, തിരുസന്നിധിയിൽ അടിഞ്ഞു പറയാതെയും അങ്ങനെ മക്കളായി ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം കൊടുക്കരുത്. അങ്ങനെ ദിവ്യപുത്രന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആത്മാവിനെയും ശരീരത്തെയും പവിത്രീകരിക്കുകയും ചെയ്യണം. അങ്ങേ മക്കളായ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപാഭീഷ്ടനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും കാത്തുകൊള്ളണമേ. എന്തുകൊണ്ട് നാൾ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും എഴുതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന ഈ ജനത്തിനെ ഉള്ളതാകുന്നു. ജീവദൈവത്തെ നിങ്ങൾ പ്രേരിപ്പിക്കുകയും സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന ആവശ്യയുടെ കൃപാരോഗ്യമായി നമ്മളെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഈ അനുസ്മരണ ദിനത്തിൽ തന്റെ ശരീരങ്ങൾ നമുക്ക് സജ്ജമാക്കി വിശുദ്ധ വാഴ്ത്തുന്നവരാകട്ടെ. വരുവിൻ, ഈ ദിവസങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ ബോധപ്പെടുത്താം.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ശുദ്ധികളും പരിശുദ്ധവും ചെയ്തായ ദൈവമായ ഈ രചന സമീപിച്ച് ഇവയിൽ പങ്കിടുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതികളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന മിശിഹായെ തിരുശരീരത്തിനായി പ്രതിജ്ഞയാണെങ്കിൽ നന്ദി പറയുന്നു. ഇവ ഞങ്ങൾക്ക് നിത്യജീവൻ ആവശ്യമായി വഹിക്കട്ടെ. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവരെ സ്നേഹത്തിലും ഐക്യത്തിലും വളർത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ മുറിക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവും വഴി നീ ഞങ്ങൾക്ക് കടകളുന്ന പ്രതിയും പാപങ്ങളും മോചനവും നൽകി ദൈവീക ജീവനത്തിനെ പങ്കുകാരാക്കി മഹത്വപൂർണ്ണമായ ആഗമനത്തിനെതിരേൽക്കുവാനും നിത്യസമാധാനമായി തീരുവാനും ഈ തിരുശരീരത്തിനുള്ള സ്വീകരണം ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവശക്തനായ ദൈവമേ
വേദികൾ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദയാപൂർവ്വം ശ്രദ്ധിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മഹാത്മാവായ വിശുദ്ധ അന്തോണീസേ, അങ്ങയിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള വിസീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തി വിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരു വാക്കുകൊണ്ട് മാത്രം എല്ലാ അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനരുജ്ജീവിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായ അങ്ങയുടെ മാനസിക ശക്തിയിൽ പരിപൂർണ്ണ വിശ്വാസമുള്ളവരായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണ്ണനുമായ വിശുദ്ധ അന്തോണീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മലകരമേൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിവ്യം ഈശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർവമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ ലഭിച്ചു തരണമെന്ന് സകല പ്രസാദങ്ങളുടെയും പുറകെയായിരിക്കുന്ന സർവേശ്വരന്റെയും തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥത തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനോശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെ എനിക്കുള്ള എല്ലാത്തിനെയും അങ്ങേ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാഗ്രഹത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവ്വം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്കെന്നും സഹായം നൽകുന്ന വിശുദ്ധ അന്തോണീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ അത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത ശക്തിയുള്ള വിശുദ്ധ അന്തോണീസേ, ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങൾ അങ്ങയെ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരുടെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഞങ്ങളെ കനിയണമേ. ജീവിത പ്രതിസന്ധികളിൽ അനന്തര
വേർപിരിഞ്ഞു പോയി എല്ലാവർക്കും നിത്യസമ്മാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനും ഉള്ള ദൈവിക ശക്തി അദ്ദേഹത്തെ നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അംഗീകൃതമാകടാക്ഷത്താൽ വിശുദ്ധ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങൾ നൽകണമെന്ന് സ്വർഗ്ഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അത്ഭുത പ്രവർത്തന നാമത്താൽ പ്രകീർത്തനം ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തിൽ സഹോദരങ്ങളുടെ ഐക്യത്തിൽ ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളുടെ അകന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ കോപങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ വിശ്വസിക്കുവാൻ ഞങ്ങളുടെ കരുണകളിൽ തരികയും ചെയ്യണമേ. കൃപാനിധിയായ ദൈവമേ, ക്ലേശകരും രോഗാതുരരും നിസ്സഹായകമായ അനേകരെ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കലോടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ആവശ്യത്തിന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആരോഗ്യങ്ങൾ സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ പ്രാർത്ഥനകളും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.